മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റിയിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്തത് നമ്മൾ പ്രോബബിലിറ്റിയിലെ പ്രധാനപ്പെട്ട കുറച്ച് കോൺസെപ്റ്റുകൾ പഠിച്ചു അല്ലേ. അതിൻ്റെ ചില എക്സാമ്പിളൊക്കെ പരിശോധിച്ച് നോക്കി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്തു നോക്കാം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിലും ചിലപ്പോൾ നമ്മൾ പറയാത്ത അഡീഷണൽ പോയിന്റ്സ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് സെപ്പറേറ്റ് ആ ഒരു കോൺസെപ്റ്റ് അവിടെ ഡിസ്കസ് ചെയ്യും. അങ്ങനെയെങ്കിൽ തുടങ്ങില്ലേ. ഓക്കെ, അപ്പോൾ ഇതിന് മുൻപത്തെ കോൺസെപ്റ്റിനെ കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലോട്ട് നിങ്ങൾ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാ ക്വസ്റ്റ്യനും ബോർഡിൽ എഴുതുന്നില്ല, മറിച്ച് ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു തരാം. ക്വസ്റ്റ്യൻ വായിക്കുക, അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. മറ്റേത് എല്ലാ ക്വസ്റ്റ്യനും ബോർഡിൽ എഴുതാൻ നിന്നാൽ ഒരുപാട് സമയം പോകും. ഓക്കെ, അപ്പോൾ ചോദ്യം എഴുതിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോക്സ് കണ്ടെയ്ൻസ് 1 to 25 numbers. A box contains 1 to 25 numbers. A box contains 1 to 25 numbers. 1 to 25 numbers. If we drawn a number from the box, without looking, what is the probability that the paper become subquestion A multiple of 3. Subquestion A multiple of 3. Subquestion B an even number. Subquestion C a prime number. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ചോദ്യം ക്ലിയർ ആണ്, നിങ്ങൾക്ക് അറിയുന്ന ചോദ്യം തന്നെ ആയിരിക്കാം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. നമ്മുടെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട് അല്ലേ, ആ ബോക്സിൽ 1 മുതൽ 25 വരെ എഴുതിയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട്. 1 മുതൽ 25 വരെ എഴുതിയിട്ടുള്ള പേപ്പേഴ്സ് അതിലുണ്ട് അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും 1, 2, 3, 4, 5 അങ്ങനെ 25 വരെ എഴുതിയിട്ടുള്ള പേപ്പർ കഷ്ണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആ ബോക്സിൽ ആകെ എത്ര പേപ്പേഴ്സ് ഉണ്ടാവുക? 25 പേപ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഈ ബോക്സിലെ ടോട്ടൽ നമ്പർ ഓഫ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് 25 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഇതിൽ നിന്നൊരു പേപ്പർ എടുക്കുകയാണ്. നമ്മൾ നോക്കുന്നില്ല, വിത്തൗട്ട് ലുക്കിംഗ് ആണ് അല്ലെ. നോക്കാതെ ആ ബോക്സിൽ നിന്നൊരു പേപ്പർ എടുക്കുകയാണ് അല്ലെ. ഫോർ എക്സാമ്പിൾ, ഇതെന്റെ മുമ്പിൽ ഒരു ബോക്സ് ഉണ്ട്. നമ്മൾ ഈ ബോക്സിൽ നിന്ന് എന്ത് ചെയ്യാണ്, നോക്കാതെ ഞാനിതാ ഒരു പേപ്പർ എടുക്കുന്നു. ആ പേപ്പർ 3ന്റെ മൾട്ടിപ്പിൾ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 1 മുതൽ 25 വരെയുള്ള സംഖ്യകളിൽ എത്ര 3ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ട് നമുക്കറിയാം. ഇവിടെ 3 ഉണ്ട് അല്ലെ, 6 ഉണ്ട്, 9 ഉണ്ട്, 12 ഉണ്ട്, 15 ഉണ്ട്, 18 ഉണ്ട്, 21 ഉണ്ട്, 24 ഉണ്ട് അല്ലെ. ഇത്രയും 3ന്റെ മൾട്ടിപ്പിൾസ് ആണല്ലോ. എന്ന് വെച്ചാൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 8 3ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ്. 3ന്റെ മൾട്ടിപ്പിൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് അല്ലെ. നമ്മൾ പ്രോബബിലിറ്റിന്റെ കോൺസെപ്റ്റ് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ താഴെ എപ്പോഴും കൊടുക്കേണ്ടത് ആരാണ്? ടോട്ടൽ നമ്പറാണ് താഴെ കൊടുക്കേണ്ടത് അല്ലെ. ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത് ടോട്ടൽ നമ്പറാണ്. ഇവിടെ ആകെ എത്ര കഷ്ണങ്ങളാണുള്ളത്? പേപ്പേഴ്സ് 25 കഷ്ണങ്ങളാണുള്ളത് അല്ലെ. അതിൽ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ, 3ന്റെ ഗുണിതങ്ങൾ വരുന്ന എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അപ്പോൾ 8/25 ആണെന്ത് ആൻസർ വരിക. എത്രയാണ്? 8/25. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേടാ? ഫസ്റ്റ് വൺ ക്ലിയർ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് സെക്കൻഡിലോട്ട് പോകാമല്ലോ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻ ഈവൺ നമ്പർ ആണ്. ഈവൺ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് അല്ലെ. 1 മുതൽ 25 വരെയുള്ള സംഖ്യകളിൽ എത്ര ഈവൺ നമ്പർ ഉണ്ടാവും? എത്ര ഈവൺ നമ്പർ ഉണ്ടാവുക?
അതില് 13 ഓടും ഉണ്ടാകും, 12 ഈവനും ഉണ്ടാവും അല്ലെ. നമുക്ക് ഈ 2 50-50 അല്ല, കാരണം 25 ആണ് അല്ലെ. തുടങ്ങുന്ന 1 ഓടാണ്, അവസാനിക്കുന്ന 25 ഓടാണ്. അപ്പോ 13 ഓടായിരിക്കും, 12 എന്തായിരിക്കും, ഈവൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ, ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ ഉണ്ടാവുക? താഴെ ടോട്ടലാണ് 25 ആണ് അല്ലെ. മുകളിൽ ആരാണ്? നമുക്ക് ഈവൻ അല്ലേ കിട്ടേണ്ടത് അല്ലെ. നമ്മളെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് ഈവൻ നമ്പർ അല്ലേ. അപ്പൊ 12 മുകളിൽ വരും, 12/25 ആണ്. ക്ലിയർ. ദെൻ മൂന്നാമത്തെ ചോദ്യം എന്താ? പ്രൈം നമ്പർ കിട്ടാനുള്ള സാധ്യത എന്താണെന്നാണ്. പ്രൈം നമ്പർ കിട്ടാനുള്ള സാധ്യത എന്താണെന്നാണ്. 1 മുതൽ 25 വരെയുള്ള സംഖ്യകളിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 1 മുതൽ 25 വരെയുള്ള സംഖ്യകളിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? നമ്മൾ കൺസെപ്റ്റ് പഠിച്ചും പറഞ്ഞിരുന്നു 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. 1 മുതൽ 100 വരെയാണെങ്കിൽ 25 ആണ്. 1 മുതൽ 50 വരെയാണെങ്കിൽ 15 ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ 1 മുതൽ 25 വരെയാണെങ്കിൽ ആരാ ഉണ്ടാവുക? ഒന്ന് എഴുതി നോക്കിയാലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞോ 1, 2 ഉണ്ട് അല്ലെ. 2 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 5, 5 കഴിഞ്ഞാൽ 7, 8 ഉണ്ടോ? 9 ഉണ്ടോ? 10 ഉണ്ടോ? 11, 12 ഉണ്ടോ? 13, 14 ഉണ്ടോ? 15 ഉണ്ടോ? 16 ഉണ്ടോ? 17. ആരാണ്? 17. 18 ഉണ്ടോ? ഇല്ല. 19 ഉണ്ടോ? 19 ഉണ്ട്. 20 ഉണ്ടോ? 21 ഉണ്ടോ? 22 ഉണ്ടോ? ഇല്ല. 23 ഉണ്ട്. 23 ഉണ്ട് അല്ലെ. ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താ? ഇതില് ഈ ഒന്നിനെ കൊണ്ടും ഇതേ സംഖ്യകളെ കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതേ ആ സംഖ്യയിൽ ഡിവിസിബിൾ ആവുള്ളൂ. എന്ന് വെച്ചാൽ ഇത് എത്ര എണ്ണം ഉണ്ടടാ? 1 2 3 4 5 6 7 8 9. 1 2 3 4 5 6 7 8 9 ആണ്. 9 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ഏതിന്റെ ഇടയിൽ? 1 മുതൽ 25 വരെയുള്ള സംഖ്യകൾ. അപ്പോ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രൈം നമ്പർ ആണ് അല്ലെ. പ്രൈം നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എവിടുന്ന്? ഈ ബോക്സിൽ നിന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ താഴെ ടോട്ടൽ എണ്ണമാണ് 25 ആണ് അല്ലെ. അതിൽ എത്ര എണ്ണ ഉള്ളത്? 9 ആണ്. 9/25 ആണ്. 9/25 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ കോൺഫിഡന്റ് അല്ലടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ബോക്സ് കണ്ടെയ്ൻസ് 4 white balls, if a box contain 4 white balls and 6 black balls. Second box contain 3 white balls, 5 black balls. 3 white balls and 5 black balls. Which box is better to get black ball? Which box is better to getting black ball? അപ്പൊ നമുക്ക് കാണേണ്ടത് ഏത് ബോക്സിൽ നിന്ന് കറുത്ത ബോൾ കിട്ടാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. നമുക്ക് ഒന്നാമത്തെ ബോക്സ് അതിൽ 4 വൈറ്റ് ബോൾ ഉണ്ട്, 6 ബ്ലാക്ക് ബോൾ ഉണ്ട്. സെക്കൻഡ് ബോക്സ് ഉണ്ട്, അതിൽ 3 വൈറ്റ് ബോൾ ഉണ്ട്, 5 ബ്ലാക്ക് ബോൾ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തെ ബോക്സിൽ നിന്ന് അല്ലെ നോക്കാതെ എന്ത് ചെയ്യാണ്? ഒരു ബോൾ എടുക്കുകയാണ്. അതുപോലെ രണ്ടാമത്തെ ബോക്സ് നോക്കാതെ എന്ത് ചെയ്യണം? ഒരു ബോൾ എടുക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദ്യം, ഇതിൽ ഏത് ബോക്സിൽ നിന്ന് ബോൾ കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നാണ്. ഏത് ബോക്സിൽ നിന്ന് ബോൾ കിട്ടാനുള്ള സാധ്യത എന്നാണ് കൂടുതൽ അല്ലെ. നമുക്ക് നോക്കുമ്പോൾ ഇവിടെ 6 ബ്ലാക്ക് ബോൾ ഉണ്ട്, ഇവിടെ 5 ബ്ലാക്ക് ബോൾ ഉണ്ട്. അപ്പൊ ഇവിടെ 6 ബ്ലാക്ക് ഉള്ളത്. അപ്പൊ നമുക്ക് തോന്നും ഇവിടുന്ന് വേഗം കിട്ടാൻ ചാൻസ്, കാരണം ഇവിടെ 5 എണ്ണാണെന്ന് തോന്നും. അങ്ങനെ തോന്നാൻ പാടില്ല. അപ്പൊ നമ്മൾ ആരെ ഹെൽപ്പ് വേണം? പ്രോബബിലിറ്റിയുടെ ഹെൽപ്പ് വേണം. അപ്പൊ നമുക്ക് ആദ്യം ഒന്നാമത്തെ കേസ് നോക്കാം അല്ലെ. ഫസ്റ്റ് നിങ്ങൾ എപ്പോഴും എഴുതി വെക്കേണ്ടത് ടോട്ടലാണ് എഴുതി വെക്കേണ്ടത് അല്ലെ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബോക്സിൽ എത്ര ബോൾ ഉണ്ട് നോക്കണം അല്ലെ. എത്ര ബോളാ? 4 + 6 10 ബോൾ ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ബോക്സിൽ എത്ര ബോൾ ഉണ്ട്? രണ്ടാമത്തെ ബോക്സിൽ 3 + 5 8 ബോൾസ് ഉണ്ട്. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ബോക്സിൽ നിന്ന് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആദ്യം കാണാണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ഫ്രം ഫസ്റ്റ് ബോക്സ്. ഒന്നാമത്തെ ബോക്സിൽ നിന്ന് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി കാണാണ്. ഓക്കെ, നമുക്കറിയാം പ്രോബബിലിറ്റി എങ്ങനെ കാണേണ്ടത്? താഴെ കൊടുക്കേണ്ടത് ടോട്ടലാണ്. ഒന്നാമത്തെ ബോക്സിലെ ടോട്ടൽ ബോൾസ് 10 ആണ്.
മുകളിൽ കൊടുക്കേണ്ടത് എന്താണ്? നമുക്ക് അല്ലെ എന്താണ് കിട്ടേണ്ട? ഫേവർ ആവേണ്ടത് എന്താണ്? ബ്ലാക്ക് ബോൾ ആണ് അല്ലെ. ഇവിടെ എത്ര ബ്ലാക്ക് ബോൾ ഉള്ളത്? 6 ബ്ലാക്ക് ബോൾ ആണ്. 6/10 ആണ് അല്ലെ. 6/10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6ൽ 10 പോവില്ല അല്ലെ. 6ൽ 10 പോവില്ല. സോ ഒരു പോയിന്റ് കൊടുത്തു. 60ൽ 10 പോവല്ലോ. എത്ര ടൈംസ് ആണ്? 60ൽ 10 എന്ന് പറയുന്നത് 6 ടൈംസ് ആണ്. 0.6 കിട്ടി. അപ്പോൾ ഒന്നാമത്തെ ബോക്സിൽ നിന്ന് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി 0.6 ആണ്. ഇനി നമ്മൾ രണ്ടാമത്തെ കാണുന്നു, എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു ആരാണ് വലുത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടാനാണ് ചാൻസ് കൂടുതൽ. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി. സെക്കൻഡ് ബോക്സ് നോക്കിയപ്പോൾ നമ്മൾ എന്താ ഉണ്ടാവുക? പ്രോബബിലിറ്റി ഓഫ് അല്ലെ ബ്ലാക്ക് ഫ്രം സെക്കൻഡ് ബോക്സ്, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് കിട്ടാനുള്ള പ്രോബബിലിറ്റി നോക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴെ നമ്മൾ എന്ത് കൊടുക്കുന്നു? ടോട്ടൽ കൊടുക്കുന്നു. ടോട്ടൽ എത്രയാ? 8 ബോളാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. ആരുടെ കേസ്? ബ്ലാക്ക് ബോൾ കിട്ടുന്ന കേസല്ലേ. എത്ര ബ്ലാക്കാ ഉള്ളത്? 5 ആണ്. 5ൽ 8 പോവോ? ഇല്ല. പോയിന്റ് വന്നു. 50ൽ 8 പോവല്ലോ. 50ൽ എത്ര 8 പോവാ? 6 ആണ് അല്ലെ. 6 8 48 ആണ്. 50ലോട്ട് ബാക്കി 2. 20ൽ എത്ര 8 പോവും? 20ൽ 2 ആണ്. 0.62 ആണ്. നിങ്ങൾ നോക്കിക്കേ, ഒന്നാമത്തതിൽ നിന്ന് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി 0.6 ആണ്. 2ൽ നിന്ന് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? 0.62 ആണ്. 0.62 ആണ്. അപ്പോൾ ഒരു നേരിയ വേരിയേഷൻ കൂടുതൽ 2ലല്ലേ. അപ്പം എവിടെ നിന്ന് ബ്ലാക്ക് ബോൾ കിട്ടാനാ ചാൻസ് കൂടുതൽ? സെക്കൻഡ് ബോക്സിൽ നിന്ന്. ആരാ പറഞ്ഞത്? പ്രോബബിലിറ്റി അങ്ങനെ പറയുന്നത് അല്ലേ. നമ്മൾ വേറെ ചെറിയ കുട്ടികളോടൊക്കെ ചോദിക്കുകയാണ് ഏന്നാ കിട്ടാൻ ചാൻസ് കൂടുതൽ എന്ന് വെച്ചാൽ പറയല് 1 എന്നാണ്. കാരണം എന്താ? അവരാലോചിക്കുക ഇവിടെ 6 ബ്ലാക്ക് ഉണ്ടല്ലോ, അവിടെ അല്ലേ ബ്ലാക്ക് കൂടുതൽ, അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന വിചാരിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യത എവിടെയാണ്? സെക്കൻഡിൽ നിന്നാണെന്ന് ആര് പറയുന്നു? പ്രോബബിലിറ്റി പറയുന്നു. ഓക്കെ, ക്ലിയർ, കോൺഫിഡൻറ്റ്? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. അപ്പൊ ഒന്ന് എഴുതി വെച്ചോ. one is asked to say 2-digit number. One is asked to say 2-digit number. What is the probability of it being a perfect square? What is the probability of it being a perfect square? Question once more. One is asked to say 2-digit number. What is the probability of it being a perfect square? Okay friends, അപ്പോൾ എന്താ ചോദ്യം? ചോദ്യം സിമ്പിൾ ആണെടാ. ഒരാളോട് നമ്മൾ 2 അക്ക സംഖ്യ പറയാണ്. ഒരു 2 അക്ക സംഖ്യ പറയാണ്. അയാൾ പറയുന്ന 2 അക്ക സംഖ്യ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് ടോട്ടൽ എത്ര 2 അക്ക സംഖ്യകൾ ഉണ്ടെന്നാണ്. ടോട്ടൽ നമ്പർ ഓഫ് 2-digit നമ്പർ. ആദ്യം അറിയേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് 2-digit നമ്പർ ആണ് അല്ലെ. 2 അക്ക സംഖ്യകൾ എത്ര ഉണ്ട് എന്നാണ് ആദ്യം അറിയേണ്ടത്. എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ പറ്റും അല്ലെ. നമുക്കറിയാം 1 മുതൽ, സിമ്പിളായിട്ട് ആലോചിക്കട്ടെ, 1 മുതൽ 100 വരെ എന്ന് പറഞ്ഞാൽ എത്ര സംഖ്യകളാണ്? 1 മുതൽ 100 വരെ എന്ന് പറഞ്ഞാൽ എത്ര സംഖ്യകളാണ്? 100 സംഖ്യകളല്ലേ. 1 മുതൽ 100 വരെ എന്ന് പറഞ്ഞാൽ 100 സംഖ്യകളാണ്. പക്ഷെ നമുക്ക് ഈ സംഖ്യകൾ മുഴുവൻ വേണോ? വേണ്ട. നമുക്ക് ഇതിൽ 2 അക്കം മതി അല്ലേ. അപ്പൊ നമുക്ക് 1 മുതൽ 9 വരെ വേണോ? 1 മുതൽ 9 വരെ വേണോ? വേണ്ട. കാരണം എന്താ? അത് 1, 2, 3, 4, 5, 6, 7, 9 അല്ലേ. അത് വേണ്ട. നമുക്ക് ആ 9 എണ്ണം ഒഴിവാക്കാം. അപ്പൊ ഈ 100ൽ നിന്ന് നമ്മൾ 9 ഒഴിവാക്കി. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് 1 മുതൽ 100 വരെയുള്ള ബാക്കിയുള്ളത് മുഴുവൻ 2 അക്ക സംഖ്യയാണോ? അല്ല. ലാസ്റ്റ് ആരുണ്ട്? 100 ഉണ്ട് അല്ലെ. 100 ഉണ്ട്. 99 കഴിഞ്ഞാൽ 100 ആണ്. 100 2 അക്ക സംഖ്യ അല്ല അല്ലെ. അപ്പൊ അയാളെ ഒഴിവാക്കി. എന്ന് വെച്ചാൽ നമ്മൾ 100ൽ നിന്ന് അല്ലെ, 1 മുതൽ 100 വരെയുള്ള സംഖ്യയിൽ നിന്ന് 10 കുറച്ചാൽ എത്ര ഉണ്ടാവും? 90. 90 2 അക്ക സംഖ്യകളാണ് ഉണ്ടാവുക. എത്ര എണ്ണം ഉണ്ടാവുക? 92 നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ചോദ്യം എന്താ? ഈ 2 അക്ക സംഖ്യ പറയാണ്. അപ്പൊ ചില ആൾ പറയും 20, ചില ആൾ പറയും 34, ചില ആൾ പറയും 50, ചില ആൾ പറയും 90. ഓക്കെ, പക്ഷേ നമുക്ക് എന്തിന്റെ പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലെ. ആ പറയുന്ന 2 അക്ക സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദ്യം അല്ലെ. പെർഫെക്റ്റ് സ്ക്വയർ ആവുക. 2 അക്ക സംഖ്യയിൽ ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയർ ആണുള്ളത് അല്ലെ? നമുക്കറിയാം 1ന്റെ സ്ക്വയർ 1 ഒറ്റ സംഖ്യയാണ് അല്ലെ, ഒരക്കുള്ള സംഖ്യയാണ്. 2ന്റെ സ്ക്വയർ 4 ഒരക്കുള്ള സംഖ്യയാണ്. 3ന്റെ സ്ക്വയർ 9 ഒരക്കുള്ള സംഖ്യയാണ്.
4ന്റെ സ്ക്വയർ 16 അല്ലേ? അപ്പോൾ 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 5ന്റെ സ്ക്വയർ 25, 25 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, രണ്ടക്കമാണ്. 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49, 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ 81, അടുത്ത 10ന്റെ സ്ക്വയർ 100 ആണ്, 3 അക്കത്തിലോട്ട് പോകും. എന്ന് വെച്ചാൽ ഇത്രയും സംഖ്യകൾ ഉണ്ടാവും. എത്ര ഉണ്ട്? 1 2 3 4 5 6 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ്. ഞാൻ പറഞ്ഞു താഴെ എന്താ എഴുതേണ്ടത്? നമ്മൾ ടോട്ടൽ നമ്പേഴ്സ് ആണ്. എത്ര രണ്ടക്ക സംഖ്യയുള്ള ടോട്ടൽ? 90 ആണ്. അതിൽ നമുക്ക് കാണേണ്ട ആള് അല്ലെ, നമുക്ക് ഫേവറബിൾ ആയിട്ട് ആരാണ്? ഗെറ്റിംഗ് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ആളുകളുടെ എണ്ണം 6 ആണ്. 6/90 ആണ് അല്ലെ. 6ഉം 90ഉം കട്ട് ചെയ്താൽ 6ൽ 6 1 ടൈംസ് ആണ്. 90ൽ എത്ര 60 പോകൂടാ? 15 പ്രാവശ്യം അല്ലെ, 15 പ്രാവശ്യം പോകും. 1/15 ആണെന്ത് ആൻസർ എന്ന് പറയുന്നത്. എന്താ ആൻസർ? 1/15. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, ഈസി അല്ലേ? അപ്പോൾ സിമ്പിൾ ആയിരിക്കും, പക്ഷെ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് ചെയ്യുക, തെറ്റിക്കരുത്. ഓക്കെ, കോൺഫിഡൻറ്റ്? അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ ആട്ടോ, സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്. എ ബോക്സ് കണ്ടെയ്ൻസ് സ്ലിപ്പ് പേപ്പറുകൾ കേട്ടോ, പേപ്പർ കഷ്ണങ്ങൾ, സ്ലിപ്സ്. എ ബോക്സ് കണ്ടെയ്ൻസ് സ്ലിപ്സ് നമ്പേർഡ് 2^1, 2² 2³ etc. 2^50. Question A. If you take one slip from this box, what is the probability it become? Question A. Unit place of the number is 4. Question B. Unit place of the number is 8. എടാ സിമ്പിൾ ചോദ്യമാണ്, പക്ഷേ നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. എടാ നമ്മുടെ കയ്യിലൊരു ബോക്സ് ഉണ്ട് അല്ലേ, ആ ബോക്സിൽ കിടക്കുന്ന കുറെ പേപ്പേഴ്സ് ഉണ്ട് അല്ലേ. ആ പേപ്പേഴ്സിൽ എഴുതി വെച്ചിരിക്കുന്ന സംഖ്യകൾ ഇങ്ങനെയാണ്: 2^1, 2² 2³ 2^50. അപ്പൊ എത്ര പേപ്പേഴ്സ് ഉണ്ടാവും അതിൽ? 1 2 3 4 അപ് ടു 50 വരെ അല്ലടാ. അപ്പൊ ടോട്ടൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. ഇനി 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ക്വസ്റ്റ്യനിലോട്ട് വരുന്നതിന് മുൻപായിട്ട് ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാണ്, ഒന്ന് ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് അറിയാം എന്നാലും ഒന്ന് പറയാണ്. 2^0, 2^1, 2² 2³ 2^4, 2^5, 2^6, 2^7, 2^8, 2^9, 2^10. ഓക്കെ, ഇതിൻ്റെ ഒക്കെ വാല്യൂ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അറിയാം, സിമ്പിളാണ്. പറഞ്ഞോ. 2^0 അല്ലെ, എന്തിന്റെ പവർ 0 വന്നാലും ആൻസർ 1 ആണ്. 2^1 2 ആണ്. 2² 4 ആണ്. 2³ 8 ആണ്. 2^4 എന്താണ്? 16 ആണ്. 2^5 എന്താണ്? 32 ആണ്. 2^6 എന്താണ്? 64 ആണ്. 2^7 എന്താണ്? 128 ആണ്. 2^8 എന്താണ്? 256 ആണ്. 2^9 എന്താണ്? 512 ആണ്. 2^10 എന്താണ്? 102 ആണ്. 1024 ആണ് അല്ലെ. ഇതൊക്കെ നമുക്ക് അറിയുന്ന 2ന്റെ പവേഴ്സ് ആണ്. ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ, ഇത് കാണാൻ പണിയുണ്ടായിട്ടൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ നിന്ന് എപ്പോഴും പെട്ടെന്ന് വരണം. എന്നാൽ എന്താവും? നമുക്ക് ഒരുപാട് സമയം ലാഭം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സിൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൽ എത്ര പ്രൈം നമ്പർ ഉണ്ട്? 25 ആണ്. 1 മുതൽ 50 വരെയുള്ള പ്രൈം നമ്പേഴ്സിൽ 1 മുതൽ 50 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? എത്ര ഉണ്ട്? 15 ആണ് അല്ലെ. അങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്ക് വേഗം എടുത്ത് യൂസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞു ചോദിക്കട്ടെ, ഈ 1024 കണ്ടോ, ഇതിന്റെ യൂണിറ്റ് പ്ലേസ് എന്താണ്? യൂണിറ്റ് പ്ലേസ് 4 ആണ്. ഇവിടെ യൂണിറ്റ് പ്ലേസ് 2 ആണ്. ഇവിടെ യൂണിറ്റ് പ്ലേസ് 6 ആണ്. ഇവിടെ യൂണിറ്റ് പ്ലേസ് 8 ആണ്. ഇവിടെ യൂണിറ്റ് പ്ലേസ് 4 ആണ്. ഇവിടെ യൂണിറ്റ് പ്ലേസ്
2 ആണ് അല്ലെ, ഒന്നാമത്തെ സ്ഥാനത്ത് 2 ആണ്, ഇവിടെ ഒന്നാമത്തെ സ്ഥാനത്ത് 6 ആണ്. അങ്ങനെ ഞങ്ങൾക്ക് അറിയാം. ഇനി ചോദ്യത്തിലോട്ട് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു പേപ്പർ എടുക്കുകയാണ്. ആ എടുക്കുന്ന പേപ്പറിൽ ഇതുപോലെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, 2⁻1 2² അങ്ങനെയാണ് എഴുതി വെച്ചത്. പക്ഷെ നമുക്കറിയാം ഇതിനൊക്കെ വാല്യൂ ഉണ്ട്. 2�0 എന്ന് പറഞ്ഞാൽ 1, 2 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2² എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലെ. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ആ പേപ്പറിൽ കിടക്കുന്നത് ഒരു സംഖ്യയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആ സംഖ്യയുടെ യൂണിറ്റ് പ്ലേസ് 4 വരാനുള്ള സാധ്യത എന്താണെന്നാണ്. 50 പേപ്പേഴ്സ് ഉണ്ട്, അതിൽ നമ്മൾ ഒന്നെടുക്കുകയാണ്. ആ എടുക്കുന്ന പേപ്പറിൽ യൂണിറ്റ് പ്ലേസിൽ 4 വരാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. 2⁻1 അല്ലെ, 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്. യൂണിറ്റ് പ്ലേസ് 4 ആണോ? അല്ല. അടുത്തത് പെട്ടിയിലുള്ളത് 2² ആണ്. 2² എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പ്ലേസ് എന്താണ്? 4 ആണ്. അപ്പം ആര് വരും? 2² വരും. കാരണം 2² 4 ആണ്, അതിന്റെ യൂണിറ്റ് പ്ലേസ് ആരാണ്? 4 ആണ്. അടുത്ത നിങ്ങൾ നോക്കിക്കോ, 2³ എന്താണ്? 8 ആണ്. യൂണിറ്റ് പ്ലേസ് 4 ആണോ? 2⁻4 16 യൂണിറ്റ് പ്ലേസ് 4 ആണോ? അല്ല. 2⁻5 32 യൂണിറ്റ് പ്ലേസ് 4 ആണോ? അല്ല, 2 ആണ്. 2⁻6 എന്ന് പറഞ്ഞാൽ എന്താ? 64 ആണ്. 2⁻6 എന്ന് പറഞ്ഞാൽ എന്താണ്? 64 ആണ്. അതിന്റെ യൂണിറ്റ് പ്ലേസ് എന്താണ്? 4 ആണ്. അപ്പൊ ഇവിടെ യൂണിറ്റ് പ്ലേസ് 4 ആണ്, ഇവിടെ യൂണിറ്റ് പ്ലേസ് 4 ആണ്. അപ്പൊ ഇങ്ങനെയുള്ള എത്ര എണ്ണം ഇതിലുണ്ടെന്ന് ചെക്ക് ചെയ്താൽ മതി. സാറേ അത് ഓരോന്നും നോക്കൽ പ്രയാസമല്ലേ? ഒരു പ്രയാസമില്ല, നിങ്ങളിത് ആലോചിച്ചാൽ മതി. 2ൽ നിന്ന് 6 അല്ലെ, 2² 2⁻6 ആണ്. 2ൽ നിന്ന് 6 ഡിഫറൻസ് എന്താ ഡിഫറൻസ്? 4 ആണ് അല്ലെ. 2നോട് 4 കൂടുമ്പോഴാണ് 6. അപ്പൊ 6നോട് 4 കൂടിയാൽ ആരാ വരിക? 2⁻10 ആണ്. 2⁻10 എന്ന് പറഞ്ഞാൽ 1024. യൂണിറ്റ് പ്ലേസ് ആരാ? 4 ആണ്. ഇനി നിങ്ങൾ വേഗം പറയും, 10നോട് 4 ആഡ് ചെയ്യുക, 2⁻14 2⁻, അടുത്ത ആര് വരും? 18 2⁻22 2⁻2 പറഞ്ഞോ? 20 26 2⁻30 അല്ല. അടുത്ത് പറഞ്ഞോ? 2⁻34 2⁻38 2⁻38 കഴിഞ്ഞാൽ ആരായി? 42 2⁻46 അടുത്തെന്താ വരിക? 2⁻50 അല്ലെ. 2⁻50 ആണ്. എന്ന് വെച്ചാൽ 4 ഡിഫറൻസ് എടുത്ത് പോയാൽ മതി. ഇതിന്റെ ഒക്കെ വാല്യൂ കണ്ടാൽ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ 4 ഉണ്ടാവും. ഇത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 എണ്ണം ഉള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾ പറഞ്ഞോ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് യൂണിറ്റ് പ്ലേസ് ബിക്കം 4 ആവുന്ന എത്ര കേസ് ഉണ്ടാവും? ആകെ എത്ര സംഖ്യകളാണുള്ളത് ബോക്സിൽ? 50 സംഖ്യകളാണ്. അതില് ഇതിന്റെ വാല്യൂ യൂണിറ്റ് പ്ലേസ് 4 വരുന്ന എത്ര എണ്ണം ഉണ്ട്? ഇത് മുഴുവൻ എണ്ണിയാൽ 13 എണ്ണം ഉണ്ട് അല്ലെ. 1 2 3 4 5 6 7 8 9 10 11 12 13 13/50 ആണ്. 13/50 ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യൂണിറ്റ് പ്ലേസ് എത്ര ആവുന്ന കേസാ? 8 ആവുന്ന കേസല്ലേ സെക്കൻഡ് ക്വസ്റ്റ്യന്. നിങ്ങൾ നോക്കേണ്ടത് യൂണിറ്റ് പ്ലേസ് 8 ആവുന്ന ഒന്നാമത്തെ കേസ് ആരെ? 2³ ആണ് അല്ലെ. 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇവിടെ യൂണിറ്റ് പ്ലേസ് 8 ആണ്. അടുത്ത ആരാ ഉണ്ടാവുക? 2⁻7 ആണ്. 2⁻7 ആണ്. യൂണിറ്റ് പ്ലേസ് 128 ആണ്. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇവിടെ 3ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം എന്താ? 3ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം എന്താ? 4 ആണ്. അപ്പൊ അടുത്തെന്ത് ചെയ്യുക? നിങ്ങൾ 2⁻, ഇവിടെ 3ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 4 ആണ്. 7നോട് എന്ത് ചെയ്യുക? 4 കൂട്ടുക. അപ്പൊ 2⁻11 നമുക്ക് അങ്ങനെ കിട്ടും. എന്നിട്ട് അത് കൗണ്ട് ചെയ്യുക. ബൈ എന്ത് ചെയ്താൽ മതി? 50 കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? പക്ഷെ നമ്മൾ കാണാത്ത ക്വസ്റ്റ്യൻ ആണ്. അറിയില്ലെങ്കിൽ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ എഴുതൂല, മാറ്റി വെക്കും. പക്ഷെ ഇത് കണ്ടപ്പോൾ സിമ്പിളാണ്. ഓക്കെടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് വൺ. ചോദ്യം എങ്ങനെയാണ്? ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് a dot put without looking in the shaded region. ഒരു ചെറിയ ചോദ്യം കേട്ടോ, ചെറിയ ചോദ്യമാണ്. നമുക്ക് തന്നിരിക്കുന്നത് സ്ക്വയർ ആണ്. അത് ക്വസ്റ്റ്യനിൽ പറയൂട്ടോ, ഞാനവിടെ പറഞ്ഞിട്ടില്ല. സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. എന്താണ്? സ്ക്വയർ ആണ്. വേണമെങ്കിൽ ഞാനിതിന് PQRS എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്ത് വെക്കാം. PQRS ഈസ് എ സ്ക്വയർ ആൻഡ്
ABCD is the midpoint of the sides of the square. ഓക്കെ, അത് വേണമെങ്കിൽ ഒന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് PQRS എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. ABCD എന്ന് പറയുന്നത് അതിന്റെ മിഡ് പോയിന്റ് ആണ്. ABCD എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ മിഡ് പോയിന്റ് ആണ്. ആ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ? സ്ക്വയർ കിട്ടി. അത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മളോട് ചോദിക്കാണ്, ചോദ്യം ഇതാണ്, നമ്മൾ കണ്ണടച്ചുകൊണ്ട് അല്ലെ, കണ്ണടച്ചുകൊണ്ട് ആ സ്ക്വയറിൽ നമ്മളൊരു കുത്തിടാണ് അല്ലെ, കണ്ണടച്ചുകൊണ്ട് നമ്മൾ ഈ സ്ക്വയറിൽ ഒരു ഡോട്ട് ഇടാണ്. ആ ഇടുന്ന ഡോട്ട് ഈ ഷെയ്ഡ് ചെയ്ത് അല്ലെ, ഇങ്ങനെ പോയിട്ട് ഷെയ്ഡ് ചെയ്യുന്ന റീജിയനിൽ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് അല്ലെ. ഇവിടെ ഷെയ്ഡ് ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട്. ചോദ്യം എന്താണ്? നമ്മൾ ഇടുന്ന ഡോട്ട് എവിടെ ആവുക? ആ ഷെയ്ഡ് ചെയ്ത റീജിയനിൽ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ്. എന്താ പ്രോബബിലിറ്റി എന്ന് അറിയാം നിങ്ങൾക്ക്? ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരു സ്ക്വയറിന്റെ, എഴുതി വെക്കണം കേട്ടോ, ഒരു സ്ക്വയറിന്റെ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്ത് കിട്ടുന്ന സ്ക്വയർ, ഒരു സ്ക്വയറിന്റെ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്ത് കിട്ടുന്ന സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഏരിയയുടെ പകുതി ഭാഗം ഉണ്ടാവുക. ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ? എടാ, ഇവിടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 4 യൂണിറ്റ് സ്ക്വയർ ആണെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഉണ്ടാവും 2 യൂണിറ്റ് സ്ക്വയർ ഉണ്ടാവും. എന്താ അതിന്റെ കണ്ടീഷൻ എന്താണ്? ഒരു സ്ക്വയറിന്റെ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്ത് കിട്ടുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഷെയ്ഡ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത് ആ ടോട്ടൽ സ്ക്വയറിന്റെ പകുതി ഭാഗമാണ്. എടാ, ഹാഫ് ഭാഗമാണ്. അപ്പൊ ആ ഭാഗത്ത് കുത്തു വീഴാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും അല്ലെ? നമ്മൾ ഡോട്ട് ഇടുമ്പോ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് കുത്തു വീഴാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? ഈ കൺസെപ്റ്റ് പ്രകാരം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ, ആ ഡോട്ട് അവിടെ വീഴാൻ അല്ലെ, ഡോട്ട് ഓൺ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്ന പ്രോബബിലിറ്റി എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. എങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഈ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് കുത്തു വീഴാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. ഷെയ്ഡ് ചെയ്യാത്ത ഈ ഭാഗങ്ങളിൽ കുത്തു വീഴാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. കാരണം ഷെയ്ഡ് ചെയ്ത ഭാഗം ഹാഫാണ്, അല്ലാത്ത ഭാഗം ഹാഫാണ്. ടോട്ടൽ നമുക്കറിയാം പ്രോബബിലിറ്റി 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് പ്രതീക്ഷിക്കട്ടോ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ചോദ്യം എഴുതിക്കോ. ഇൻ ദി ഗിവൺ ഫിഗർ BD is the diameter. In the given figure, BD is the diameter. Diameter ട്ടോ. BD is the diameter. Find the probability of a dot put without looking in the shaded region. എങ്ങനെ ഇപ്പൊ നമ്മൾ ഇതിന്റെ പ്രോബബിലിറ്റി കാണാം? നമ്മൾ നോക്കാതെ ഈ ഷെയ്ഡ് ചെയ്ത റീജിയനിൽ ടച്ച് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് അല്ലെ. ഇതാണ് നമ്മൾ ടോട്ടൽ ഫിഗർ. നമ്മൾ നോക്കാതെ ഒരു ഡോട്ട് ഇടാണെങ്കിൽ അത് ഈ ഷെയ്ഡ് ചെയ്ത റീജിയനിലാവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഒരു ജോമെട്രിക് ടൈപ്പ് കേസ് തരുമ്പോ അതിന്റെ പ്രോബബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഫോർമുല കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ പ്രോബബിലിറ്റി കാണാം? ജോമെട്രിയുടെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു, താഴത്തെ ആരെയാണ് ടോട്ടലാണ് അല്ലെ. ടോട്ടൽ എന്ന് പറഞ്ഞപ്പോൾ അർത്ഥം എന്താ? ഈ ടോട്ടൽ ഏരിയ അല്ലെ. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ സർക്കിളും സ്ക്വയറും കൂടിയതാണ്. ടോട്ടൽ ഏരിയ ആണ്. മുകളിൽ ആരാ ഉണ്ടാവുക? നമുക്ക് എവിടെ ഡോട്ട് ഇടുന്ന കേസാണ് കണ്ടത് അല്ലെ? ഈ സ്ക്വയറിന്റെ ഉള്ളിലുള്ളതല്ലേ. എന്ന് വെച്ചാൽ എന്താണ്? ഷെയ്ഡഡ് ഏരിയ. ഓക്കെ, അപ്പൊ ഇത് കണ്ടാൽ പരിപാടി കഴിഞ്ഞു. ഇതിന്റെ ആൻസർ എഴുതി വെച്ചാൽ മതി. ഓക്കെ, പക്ഷെ നമ്മുടെ ചോദ്യത്തില് നമ്മളിപ്പോ എങ്ങനെ സർക്കിളിന്റെ ഏരിയ കാണടാ? സർക്കിളിന്റെ ഏരിയ കാണാന് നമുക്ക് ഒരുപാട് ഐഡിയകൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും തന്നിട്ടില്ല. ഇനി എങ്ങനെ നമ്മൾ ഷെയ്ഡ് ചെയ്ത റീജിയന്റെ ഏരിയ കാണാം? അതിനൊപ്പം നമുക്ക് ഒന്നും തന്നിട്ടില്ല. പക്ഷെ തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? BD എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഗിവൺ ദാറ്റ് BD ഈസ് ഡയമീറ്റർ, BD ഡയമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്.
BD ഡയമീറ്റർ ആണ്, BD വ്യാസമാണ് അല്ലെ. അതുകൊണ്ട് ഞാൻ ആ BD എന്ന് പറയുന്ന സൈഡിനെ D എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇതിനെ ഞാൻ D എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, ഒരു വ്യാസത്തിന്റെ ഒരു ഡയമീറ്ററിന്റെ രണ്ടറ്റങ്ങൾ യോജിപ്പിച്ചുണ്ടാവുന്ന കോൺ വൃത്തത്തിലാണെങ്കിൽ ആ കോൺ 90 ഡിഗ്രി ആയിരിക്കും. എന്താണ്? ഒരു വ്യാസത്തിന്റെ രണ്ടറ്റങ്ങൾ യോജിപ്പിച്ചുണ്ടാവുന്ന കോൺ എന്ന് പറയുന്നത് വൃത്തത്തിലാണെങ്കിൽ എന്തായിരിക്കും? അത് 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. സെയിം കേസിൽ ഇതേ വ്യാസത്തിന്റെ രണ്ടറ്റങ്ങൾ യോജിപ്പിക്കുന്ന കോൺ ഇവിടെ വൃത്തത്തിലാണ്, അതുകൊണ്ട് ഈ കോൺ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എല്ലാ കോണും 90 ആയിരിക്കും. ഇതൊരു സ്ക്വയർ ആയിരിക്കും. ആരായിരിക്കും ഇവിടെ? ഒരു സ്ക്വയർ ആയിരിക്കും. എന്തായിരിക്കും? ഒരു സ്ക്വയർ ആയിരിക്കും. പറയുന്നത് ക്ലിയർ ആണല്ലോ? സ്ക്വയർ ആണ്. നമുക്കറിയാം സ്ക്വയറിന്റെ ഏരിയ നമുക്ക് കാണണം അല്ലെ. ഇതിന്റെ ഏരിയ നമുക്ക് കാണണം, കാരണം നമുക്കത് ആവശ്യമുണ്ട്, ഈ ഫോർമുലയിൽ ആവശ്യമുണ്ട്. കാരണം ഷെയ്ഡ് ചെയ്ത റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏരിയ ഓഫ് സ്ക്വയർ ആണ്. ഏരിയ ഓഫ് സ്ക്വയർ ആണ്. എങ്ങനെയപ്പം ഏരിയ കാണാം സ്ക്വയറിന്റെ? സ്ക്വയറിന്റെ ഏരിയ കാണണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് തരണം അല്ലെ. സൈഡ് തരണം. അങ്ങനെ ഒരു സൈഡ് തന്നിട്ടുണ്ടോ? സൈഡ് തന്നിട്ടില്ല. അപ്പൊ എങ്ങനെ നമ്മൾ ഏരിയ കാണാം? നിങ്ങൾ ഓർത്തു വെച്ചോ, ഒരു സ്ക്വയറിന്റെ ഡയമീറ്റർ അറിയാമെന്നുണ്ടെങ്കിൽ, സ്ക്വയറിന്റെ ഡയമീറ്റർ അറിയാമെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ആ ഡയമീറ്ററിന്റെ സ്ക്വയർ ആണ്. ഓർത്തു വെച്ചോ. എടാ, നിങ്ങൾക്ക് സ്ക്വയറിന്റെ ഡയമീറ്റർ അറിയാന്നുണ്ടെങ്കിൽ എന്ത് കാണാം? ഏരിയ കാണാം. എങ്ങനെ ഏരിയ കാണാം? ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു D സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ടോട്ടൽ സർക്കിൾ എടുക്കാണ് അല്ലെ. ടോട്ടൽ സർക്കിളിന്റെ ഏരിയ നിങ്ങൾക്ക് കാണാൻ അറിയാം. എങ്ങനെ ഏരിയ ഓഫ് സർക്കിൾ കാണാം? സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr സ്ക്വയർ ആണ്. πr സ്ക്വയർ ആണ്. പൈ. എടാ, R ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. റേഡിയസ് തന്നിട്ടില്ല. പക്ഷെ നമുക്ക് റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്ററിന്റെ പകുതിയാണെന്നറിയാം അല്ലെ. റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ഡയമീറ്ററിന്റെ പകുതിയാണ്. അപ്പൊ റേഡിയസിന് പകരം അല്ലെ, R ഈസ് ഈക്വൽ ടു ഡയമീറ്ററിന്റെ പകുതിയാണ്. അപ്പൊ റേഡിയസിന് പകരം എന്ത് കൊടുക്കാം? D/2 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് πd സ്ക്വയർ ബൈ 4 ആണ്. എന്താണ്? πd സ്ക്വയർ ബൈ 4 ആണ്. ക്ലിയർ? ഇനി നമ്മൾ ഈ ഇക്വേഷൻ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ എന്താ? ഏരിയ ഓഫ് ദി സ്ക്വയർ ആണല്ലോ ഷെയ്ഡഡ് റീജിയൻ. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് D സ്ക്വയർ ആണ്. ഹാഫ് D സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴത്താരുണ്ടാവുക ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ഏരിയ ആണ്. ഏരിയ ഓഫ് ദി സർക്കിൾ എന്താണ്? πd സ്ക്വയർ ബൈ 4 ആണ്. ആരാണ്? πd സ്ക്വയർ ബൈ 4 ആണ്. ആരാണ്? πd സ്ക്വയർ ബൈ 4 ആണ്. അപ്പൊ ഇവിടെ എന്തായി? ഈ പൈയും എന്തായി? കട്ട് ചെയ്തു പോയി. പൈയും കട്ട് ചെയ്തു പോയി. ഓക്കെ, പൈയും എന്ത് ചെയ്തു? നമ്മൾ കട്ട് ചെയ്തു. ദെൻ ബാക്കി ആരുണ്ടാവുക? ബാക്കി ഉണ്ടാവുക? ഇവിടെ മുകളിൽ ബാക്കി ഉണ്ടാവുക 1/2 ബൈ താഴത്താര ബാക്കി ഉണ്ടാവുക π/4 ആണ്. π/4 ആണ്. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? 1/2 ഇൻറ്റു π/4 എന്ന് പറഞ്ഞാൽ എന്താ? 4/π ആണ്. 4/π. ഈ 4ഉം 2 കട്ടാവും. ബാക്കി ആരുണ്ടാവുക? 2π/π ആണ്. ആരാണ്? 2π/π ആണ്. അപ്പോ നമ്മളുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണെടാ? 2π/π ആണ്. എന്തിന്റെ പ്രോബബിലിറ്റി? നമ്മൾ കണ്ണടച്ച് ഈ സർക്കിളിൽ ഒരു കുത്തിട്ടാൽ, ഒരു ഡോട്ട് ഇട്ടാൽ അത് എവിടെ വരാനുള്ള പ്രോബബിലിറ്റി? ഈ ഷെയ്ഡ് ചെയ്ത ഈ സ്ക്വയറിന്റെ ഉള്ളിൽ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. നല്ല ചോദ്യമല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇതിങ്ങനെ സ്റ്റെപ്പുകളൊന്നും ഇല്ല കേട്ടോ. സിമ്പിളായിട്ട് ആൻസർ ചെയ്യേ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്റ്റെപ്പും എഴുതി പോയത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇൻ ക്ലാസ് 10A there are 30 boys and 20 girls. There are 30 boys and 20 girls. In class 10th B, there are 15 boys and 25 girls. 15 boys and 25 girls. One student is to be selected. From each class. What is the probability of question A both being girls. Question A എന്ന് പറയുന്നത് both being girls. Question B
both being boys. Both being boys. Question C, one boy and one girl. One boy and one girl. Question D, at least one boy. At least one boy. At least one boy. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഇൻ എ ക്ലാസ് 10A, in a class 10A, in a class 10A, there are 30 boys and 20 girls. 30 boys and 20 girls. In class 10th B, in class 10th B, there are 15 boys and 25 girls. And 25 girls. One student is to be selected. One student is to be selected from each class. Then what is the probability of getting option A, question A, both being girls. Question B, both being boys. Question C, one boy and one girl. Question D, at least one boy. At least one boy. Dear friends, നിങ്ങൾ ചോദ്യത്തിലോട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതിന് മുൻപായിട്ട് ഞാൻ ചെറിയൊരു കാര്യം പറയാം. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഒരു കേസിൽ m എലമെന്റ് ഉണ്ട്, ഒരു കേസിൽ m എലമെന്റ്സ് ഉണ്ട്, m എലമെന്റ് ഉണ്ട്. മറ്റൊരു കേസിൽ n എലമെന്റ് ഉണ്ട്. അപ്പോൾ m ഉണ്ട്, n ഉണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ രണ്ടിൻ്റെ കൂടെ പ്രോബബിലിറ്റി കാണാൻ എടുക്കുക mn ആയിട്ടാണ് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. m കേസും ഉണ്ട്, n കേസും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഇവിടെ നിന്നൊരു എലമെന്റും ഇവിടെ നിന്നൊരു എലമെന്റ് എടുക്കുമ്പോൾ ആ പെയേഴ്സിന്റെ പ്രോബബിലിറ്റി കാണാന്ന് പറയുന്നത് എന്താണ്, mn ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. നമുക്ക് 10ാം ക്ലാസ് ഉണ്ടല്ലേ, 10A ഉണ്ട്, 10B ഉണ്ട്. എടാ 10Aയിൽ 30 ബോയ്സും ഉണ്ട്, 20 ഗേൾസും ഉണ്ട്. അപ്പം 10Aയിൽ ടോട്ടൽ എത്ര ആളുകളുണ്ട്? 30 + 20 50 ആണ് അല്ലേ. ഇവിടെ 50 സ്റ്റുഡൻസ് ഉണ്ട്. ഇവിടെ ടോട്ടൽ വരുമ്പോൾ 10th Bയിലോട്ട് പോകുമ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എന്താ, 15 + 25 ആണ്. അപ്പോൾ എത്രയായി, 40 ആയി അല്ലേ. 15ഉം 25ഉം എന്തായി, 40 ആയി. ഓക്കെ ആണല്ലോ. ഒന്നാമത്തെ ചോദ്യം പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് ടോട്ടൽ എത്ര പേയേഴ്സ് ഉണ്ടാവും എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നിൽ m എലിമെന്റ്സും രണ്ടിൽ n എലിമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ പേയേഴ്സ് എന്ന് പറയുന്നത് mn പേയേഴ്സ് ആണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇതാണ് നമ്മുടെ രണ്ട് ക്ലാസ്. നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ, 10th Aയിൽ പോയിട്ട് ഒരു കുട്ടിനെ വിളിക്കുന്നു, 10th Bയിൽ പോയിട്ട് ഒരു കുട്ടിനെ വിളിക്കുന്നു. അപ്പൊ എന്തായി, ഒരു പെയറായി. ക്ലിയർ ആണല്ലോ. 10Aയിൽ നിന്നൊരു കുട്ടിനെ വിളിക്കുന്നു, 10B-യിൽ നിന്നൊരു കുട്ടിനെ എടുക്കുന്നു. അപ്പൊ അത് പെയറായി. എന്നിട്ട് ആ പെയർ വെച്ചിട്ടാണ് നമ്മൾ ചോദ്യം, ഈ എടുക്കുന്ന പെയർ ഈ രണ്ട് കുട്ടികളും ആണാണോ, രണ്ടും പെണ്ണാവാനുള്ള ചാൻസ് എന്താ, ഒന്നാണും ഒന്ന് പെണ്ണാവാനുള്ള ചാൻസ് എന്താ എന്നുള്ളതാണ്. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ. രണ്ട് 10th A ഉണ്ട്, 10th B ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഒരു കുട്ടിനെ വിളിക്കുന്നു, ഇവിടെ നിന്ന് ഒരു കുട്ടിനെ വിളിക്കുന്നു. അപ്പൊ അവർ പെയറായി. അപ്പോൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് ടോട്ടൽ എത്ര പേയേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നിൽ എമ്മും ഒരു ക്ലാസ്സിൽ n കുട്ടികൾ ഉണ്ടെങ്കിൽ എത്ര പേയേഴ്സ് ഉണ്ടാവും, mn പേയേഴ്സ് ഉണ്ടാവും. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് ടോട്ടൽ പേയേഴ്സ് എന്ന് പറയുന്നത് m × n ആണ്. അപ്പൊ എത്ര ഉണ്ടാവുക, ഒന്നിൽ 50ഉം ഒന്നിൽ 40ഉം ആണ് അല്ലെ. അപ്പൊ 50 × 40 ചെയ്താൽ മതി. അപ്പോൾ 50 × 40 എന്ന് പറഞ്ഞാൽ എന്താണ്, 2000 ആണ്. 2000 പേയേഴ്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ അർത്ഥം എന്താ, നമ്മൾ 10th Aയിൽ നിന്നൊരു കുട്ടിനെ എടുത്തു, 10th Bയിൽ നിന്നൊരു കുട്ടിനെ എടുത്തു അല്ല. അപ്പൊ ഒരു പെയറായി. അങ്ങനത്തെ എത്ര പേയേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂടാ, 2000 പേയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സിമിലർലി ഞാൻ കാണാൻ പോകുന്നത് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്നിട്ട് അവിടെ പറയാം ബാക്കി. ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒന്നാമത്തത് ബോത്ത് ബീയിങ് ഗേൾസ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ബീയിങ് ഗേൾസ്. ആ പെയറിലുള്ള രണ്ടാളും പെൺകുട്ടിയാവാനുള്ള സാധ്യത എന്താ അല്ലെ. 10Aയിൽ നിന്നൊരു കുട്ടിയും 10Bയിൽ നിന്നൊരു കുട്ടിയുണ്ട്. അത് രണ്ടും ഗേൾസ് ആവാനുള്ള സാധ്യത എന്താണെന്നാ. ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് ഈ ടോട്ടൽ പേയേഴ്സ് ആണ്. എത്രയാ, 2000 ആണ്.
അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ ബോത്ത് ഗേൾസ് താഴത്ത് വരിക 2000 ആണ്, ടോട്ടൽ പേയേഴ്സ് 2000 ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് രണ്ടും ഗേൾസ് ആവുന്ന കേസാണ് അല്ലെ. അപ്പോൾ നിങ്ങൾ ഇവിടെയും ഈ എം ഇൻറ്റു എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉപയോഗിച്ചാൽ മതി. നമുക്ക് രണ്ടും ഗേൾസ് അല്ലേ വേണ്ടത്. ഇവിടെ നോക്കടാ, ഇവിടെ എത്ര ഗേൾസ് വരുന്നുണ്ട്? ആദ്യത്തേൽ 20 ഗേൾസ്, രണ്ടാമത്തേൽ എത്ര ഗേൾസ് വരുന്നുണ്ട്? 20 ഗേൾസ്, 25 ഗേൾസ്. അപ്പോൾ എത്ര പേയേഴ്സ് ഉണ്ടാവും? 20 × 25 ആണ്. ദാറ്റ് ഈസ് 20 × 25 ആണ്. ദാറ്റ് ഈസ് 20 × 25 എന്ന് പറഞ്ഞാൽ എത്രയായി? 20 × 25 എന്ന് പറഞ്ഞാൽ 2 25 50, 500/2000 ആണ്. നിങ്ങൾക്ക് ചെറുതാക്കാം കേട്ടോ, 500/2000 ആണ്. ഓക്കെ അല്ലേ? 500/2000 ആണ്. ഇനി ക്വസ്റ്റ്യൻ ബി പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബോയ്സ്, രണ്ടും ബോയ്സ് വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? താഴത്തും തന്നെ വരിക ടോട്ടൽ എണ്ണം 2000 ആണ്. രണ്ടും ബോയ്സ് ആവുക എന്ന് പറഞ്ഞാൽ ഇവിടെ ബോയ്സ് 30 ആണ്, ഇവിടെ ബോയ്സ് 15 ആണ് അല്ലെ. 30 × 15 അത്ര പേഴ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് എത്ര? 30 × 15 എന്ന് പറഞ്ഞാൽ 3 15 45 450/2000 ആണ്. ഇതൊക്കെ ചെറുതാക്കാൻ പറ്റും. 2000 ആണ്. ക്ലിയർ ആണല്ലോ? എയും ബിയും ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ സി പറഞ്ഞോ, നിങ്ങൾ സി പറഞ്ഞോ. സി എന്താ ക്വസ്റ്റ്യൻ സി എന്താ? 1 ബോയ് ആൻഡ് 1 ഗേൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. അടുത്ത് വേണ്ട പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ബോയ് ആൻഡ് 1 ഗേൾ ആണ്. 1 ഗേൾ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ എടുക്കുന്ന പേയേഴ്സ് അല്ലെ, ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിനെ വിളിക്കുന്നു, മറ്റൊരു ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിനെ വിളിക്കുന്നു. ഈ എടുക്കുന്ന 2 കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിലാവുക? ഒന്നുകിൽ രണ്ടും ആണാവും, ഓക്കെ, അല്ലെങ്കിൽ രണ്ടും പെണ്ണാവും. പിന്നെന്താവുക? ഒരാണും ഒരു പെണ്ണും ആവും. ഈ 3 കേസല്ലേ ഉണ്ടാവുക. എടാ, പേരിൽ 2 ആളുകളും ആണാവാം, 2 ആളുകളും പെണ്ണാവാം, അല്ലെങ്കിൽ ഒരാണും ഒരു പെണ്ണും വരാം. എടാ, നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, ഞാനിവിടെ പറയാൻ പോകുന്നത് അല്ലേ, നമ്പർ ഓഫ് ആട്ടോ പറയുന്നത്. നമ്പർ ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ എത്ര എണ്ണം ഉണ്ടാവും എന്നാണ് പറയാൻ പോകുന്നത്. എത്ര എണ്ണം ഉണ്ടാവുക? നമുക്കറിയാം, ആകെ ഉള്ളത് എത്ര? 2000 ആളാണ്. ആകെ 2000 ആളാണ് അല്ലെ. ആ 2000 ആളില് രണ്ടും ഗേൾ വരുന്ന എത്ര എണ്ണം ഉണ്ട്? 500 ഉണ്ട്. രണ്ടും ഗേൾ വരുന്നത് 500 ആണ്. രണ്ടും ബോയ് വരുന്ന എത്ര ഉണ്ട്? 450 ഉണ്ട്. രണ്ടും ബോയ് വരുന്ന എത്ര ഉണ്ട്? 450 ഉണ്ട്. എടാ, ആകെ 2000 പേഴ്സ് ഉണ്ടാവുക. അതിൽ 500 പേഴ്സിന്റെ പ്രത്യേകത 2 കുട്ടികൾ പെണ്ണായിരിക്കും. 450 പ്രത്യേകത എന്താ? 2 ആണായിരിക്കും. അത് കുറച്ചാൽ കിട്ടുന്ന ആളുകൾ എന്തായിരിക്കും? ഒരാണും ഒരു പെണ്ണും മിക്സഡ് പേഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ 2000-ൽ നിന്ന് 950 കുറച്ചാൽ 1050. ഈ 1050 പേഴ്സിന്റെ പ്രത്യേകത എന്താ അറിയാം നിങ്ങൾക്ക്? എന്താ പ്രത്യേകത? ഈ 1050 പേഴ്സും മിക്സഡ് ആണ്, ഒരാണും ഒരു പെണ്ണും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 1050 ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? 2000 ആണ്. ടോട്ടൽ എന്ന് പറയുന്നത് 2000 ആണ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ്ലീസ്റ്റ് 1 ബോയ് അല്ലെ. അറ്റ്ലീസ്റ്റ് 1 ബോയ്, നല്ല ചോദ്യം കേട്ടോ. അറ്റ്ലീസ്റ്റ് 1 ബോയ്. എടാ, അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞത് കുറഞ്ഞത് ഒരു ആണെങ്കിലും വരണം അല്ലെ. നമ്മൾ പറഞ്ഞു നമുക്ക് കിട്ടുന്ന പേഴ്സ് ഇങ്ങനെ ഉണ്ടാവുക. ഒന്നുകിൽ 2 ബോയ് ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഒരു ബോയ് ഒരു ഗേൾ വരും, അല്ലെങ്കിൽ ഒരു ഗേൾ ഒരു ബോയ് വരും, അല്ലെങ്കിൽ രണ്ടും ഗേൾ വരും. നമുക്ക് വേണ്ടത് അറ്റ്ലീസ്റ്റ് 1 ബി എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ബോയ് വേണം അല്ലെ. എന്ന് വെച്ചാൽ ഇവിടെ മിനിമം ഒരു ബോയ് ഉണ്ട് അല്ലെ. 2 വിചാരിച്ച് കുഴപ്പമില്ല, മിനിമം 1 വേണമെന്നാണ്. അപ്പൊ ഇത് ഓക്കെയാണ്. ഇവിടെ മിനിമം ഒരു ബോയ് വരുന്നുണ്ട്, ഇവിടെ മിനിമം ഒരു ബോയ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് പറ്റാത്ത കേസ് ഏതാ? 2 ഗേൾ വരുന്ന കേസ് നമുക്ക് വേണ്ട, 2 ഗേൾസ് വരുന്ന കേസ് വേണ്ട. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കാണാം. എങ്ങനെ നമ്മൾ എണ്ണം കാണാം? നമുക്ക് ആകെ 2000 ഉള്ളത്. അതിന് ആരെ കുറച്ചാൽ മതി? 2 ഗേൾസ് വരുന്ന കേസ് കുറച്ചാൽ മതി. 2 ഗേൾസ് വരുന്ന കേസ് പറഞ്ഞാൽ എത്ര എണ്ണാടാ? 500 എണ്ണല്ലേ ഉള്ളത്. ആ 500 നമ്മൾ കുറച്ചു, ബാക്കി എത്ര ഉണ്ടാവും? 1500 ആണ്. 1500 ആണ്. 1500. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1500 ടോട്ടൽ നമ്പർ, ടോട്ടൽ പേഴ്സ് എന്ന് പറഞ്ഞാൽ 2000 ആണ്. 1500/2000. നിങ്ങൾക്ക് ചെറുതാക്കി എഴുതട്ടോ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമ്മൾ 2 പേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക. ഒരു ക്ലാസ്സിൽ m കുട്ടികളും മറ്റൊരു ക്ലാസ്സിൽ n കുട്ടികളും ഉണ്ടെങ്കിൽ അവിടെ ടോട്ടൽ പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? m × n ആണ് അല്ലെ. അപ്പൊ ഗേൾസിന്റെ എണ്ണം കാണാനോ? ഒരു ക്ലാസ്സിൽ 5 കുട്ടികളും ഒരു ക്ലാസ്സിൽ 5 പെൺകുട്ടികളും മറ്റൊരു ക്ലാസ്സിൽ 10 പെൺകുട്ടികളും ഉണ്ടെങ്കിൽ എത്ര പേഴ്സ് ഉണ്ടാവും പെൺകുട്ടികളുടെ? 5 × 10 50
പെൺകുട്ടികളുടെ പേഴ്സ് ഉണ്ടാവും, അങ്ങനെ കാണാം. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് P of A is equal to 1/3. Let P of A is equal to 1/3 and P of B is equal to 1/5. P of A intersection B is equal to 1/15. P of A is equal to 1/3. P of B is equal to 1/5. P of A intersection B equal to 1/15. Then find P of A union B. Find P of A union B. ഒരു ചോദ്യം മറ്റൊരു ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ. ലെറ്റ് P of A is equal to 3/5. P of A is equal to 3/5. P of B is equal to 1/5. P of B is equal to 1/5. Find probability of A or B. Find probability of A or B if A and B are mutually exclusive. If A and B are mutually exclusive. If A and B are mutually exclusive. എടാ അപ്പോൾ നമ്മൾ ആദ്യം ഈ ചോദ്യത്തിലോട്ട് വന്നേ. എടാ അവിടെ എന്റെ പ്രോബബിലിറ്റി 1/3 ആണ്, ബിയുടെ പ്രോബബിലിറ്റി 1/5 ആണ്, എ ഇന്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി 1/15 ആണ്. അങ്ങനെയെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്താണെന്നാണ് നമുക്ക് ഡയറക്റ്റ് ആൻസർ ചെയ്താം. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ഇസ് ഈക്വൽ ടു 1/3 പ്ലസ് 1/5 മൈനസ് 1/15 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് അതിന്റെ ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആക്കുക. ഇവിടെ ഡിനോമിനേറ്റർ 15 ആണല്ലേ, ഇവിടെയും 15 ആക്കുക, ഇവിടെയും 15 ആക്കുക. അപ്പൊ അതിനെന്താ ചെയ്യുക? ഇവിടെ 15 ആവണമെങ്കിൽ അല്ലെ, താഴെ 15 ആവണമെങ്കിൽ ഇതിന് മുകളിലും താഴെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 5/5 × 3 എന്ന് പറഞ്ഞാൽ 15 ആണ്. ഇവിടെ താഴെ 15 ആവണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താ ഉണ്ടാവുക? 3/3 × 5 എന്ന് പറഞ്ഞാൽ 15 ആണ്. ഇവിടെ മാറ്റൊന്നും വരുത്തേണ്ട, 1/15 ആണ്. ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ സെയിം ആയാൽ നമുക്ക് എളുപ്പമാണ്. ന്യൂമറേറ്റർ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. 5 3 8, 8ൽ നിന്ന് 1 കുറച്ചാൽ 7, 7/15 ആണ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് P of A is equal to 3/5 ആണ്, P of B is equal to 1/5 ആണ്. അങ്ങനെയെങ്കിൽ P of A or B കാണാനാണ്. ആരാണ്? P of A or B. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. A or B എന്ന് പറഞ്ഞാൽ അർത്ഥം P of A union B എന്നാണ്. A union B എന്നാണ്. ഇനി A and B എന്നാണെങ്കിൽ A intersection B ആണ്. ഇവിടെ A or B എന്ന് പറഞ്ഞാൽ A union B ആണ്. A and B എന്ന് പറഞ്ഞാൽ A intersection B ആണ്. ഈ ചോദ്യത്തിൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ P of A യും തന്നു, P of B യും തന്നു, പക്ഷെ P of A ഇന്റർസെക്ഷൻ ബി തന്നിട്ടില്ലല്ലോ സാറേ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിക്കരുത്. കാരണം എന്താ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ 2 സെറ്റുകൾ തമ്മിൽ കണക്ഷൻ ഇല്ല എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ A ഇന്റർസെക്ഷൻ ബി എന്താണ്? ഇത് A യും B യും ആണെങ്കിൽ ഇവിടെ കോമൺ ആയിട്ട് ആരും ഇല്ല. എന്ന് വെച്ചാൽ A ഇന്റർസെക്ഷൻ ബി 5 ആണ്. ഇതിന് പറയുന്ന പേരാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി ഇല്ല. അപ്പൊ എന്താ ഫോർമുല ഉണ്ടാവുക? P of A union B is equal to P of A plus P of B minus P of A intersection B എന്ന് ഉണ്ടാവാറുണ്ട്. പക്ഷെ എഴുതേണ്ട ആവശ്യമില്ല. A intersection B 5 ആണ്. വാട്ട് ഈസ് റീസൺ? വി ഹാവ് ദി ഗിവൺ സെറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ ഡയറക്റ്റ് ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 3/5 plus 1/5 ആണ് is equal to 4/5 ആണ്. 4/5 ആണ്. സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. One card is drawn from a well shuffled deck of 52 cards. One card is drawn from a well shuffled deck of 52 cards. If each outcome is equally likely, calculate the probability that the card will be first one a diamond,
Second question, a black card. A black card. Third question, a red card. Fourth question, an ace. An ace. Fifth question, not a black. Not a black. Not a black. Sixth question, a king or an ace. A king or an ace. Seventh question, a king or red. A king or red. Dear students, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കോൺസെപ്റ്റിൽ പറഞ്ഞ കാര്യത്തിൽ 52 കാർഡുകളുടെ അറേഞ്ച്മെന്റ്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം അല്ലെ. 52 കാർഡുകൾ എന്തൊക്കെയെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ വേണം. അപ്പോൾ ഇത് ആൻസർ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഇതിന്റെ ആൻസറിൽ എഴുതി വെക്കേണ്ടത് ആ 52 കാർഡുകളുടെ അറേഞ്ച്മെന്റ്സ് ഒന്ന് എഴുതി വെക്കുക. ഓർമ്മല്ലേ, കഴിഞ്ഞ ദിവസം വരച്ചു വെച്ച ആ 52 കാർഡ്സിന്റെ അറേഞ്ച്മെന്റ്സ് ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വരച്ചില്ലടാ 52 കാർഡ്സ്, അതിൽ 23 ബ്ലാക്ക്, 26 ബ്ലാക്ക്, 26 റെഡ്, അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തില്ലേ, ആ അറേഞ്ച്മെന്റ്സ് ഒന്ന് വേഗം വരച്ചു വെക്കുക. വരച്ചല്ലോ. ഇനി നമുക്ക് ആൻസറിലോട്ട് വരാം. ഒന്നാമത്തത് ഡയമണ്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ്. ഡയമണ്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി ചോദ്യത്തിൽ ഒരു ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നിട്ടുണ്ട്. എന്താ ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന 52 കാർഡുകളില്ലടാ, ആ 52 കാർഡും ഒരുപോലെയാണെന്നാണ് അല്ലെ. അപ്പോഴല്ലേ നമുക്ക് ഈക്വൽ ചാൻസ് വരുള്ളൂ. കാർഡിൽ അതിന്റെ ഷേപ്പിലൊന്നും മാറ്റൊന്നും ഉണ്ടാവരുത്, അത്രയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 52 കാർഡ്, അതിൽ ഡയമണ്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാ നമുക്കറിയാം. ആകെ 52 കാർഡല്ല, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡയമണ്ട് ആകെ 52 കാർഡുകളാണുള്ളത്. അതിൽ എത്ര ഡയമണ്ട്സ് ആണുള്ളത് നമുക്കറിയാം. 26 ബ്ലാക്കും ഉണ്ട്, 26 റെഡും ഉണ്ട്. ആ 26 റെഡിനെ 13 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. 13 ഹാർട്ടും ഉണ്ട്, 13 ഡയമണ്ടും ഉണ്ട്. അപ്പോ ഡയമണ്ടിന്റെ എണ്ണം 13 ആണ്. സോ ദ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 13/52 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് കാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ്. ടോട്ടൽ 52 കാർഡാണ്. നമ്മൾ പറഞ്ഞു എപ്പോഴും താഴെ കൊടുക്കേണ്ടത് ടോട്ടലാണ്. ബ്ലാക്ക് കാർഡിന്റെ എണ്ണം എത്രയാ? 26 ബ്ലാക്കും 26 റെഡും ആണ്. 26/52 ആണ്. നിങ്ങൾക്ക് ചെറുതാക്കാം. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ആണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? ആകെ 52 കാർഡാണ്. അതിൽ എത്ര റെഡ് കാർഡ്സ് ഉണ്ട്? 26 റെഡ് കാർഡ്സ് ഉണ്ട്. 26/52. നിങ്ങൾ ക്യാൻസൽ ചെയ്ത 1/2 കിട്ടും കേട്ടോ. =1/2 അങ്ങനെ കിട്ടും. ദെൻ ഫോർത്ത് വൺ ആൻ എയ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ എയ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആകെ 52 കാർഡ് ഉണ്ട്. അതിൽ എയ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? നമ്മൾ ഈ സ്പേഡിനെയും ക്ലബിനെയും ഹാർട്ടിനെയും ഡയമണ്ടിനെയും അല്ലേ അങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം സ്പേഡിൽ ഒരു എയ്സ് വരുന്നു, ഡയമണ്ടിൽ ഒരു എയ്സ് വരുന്നു, ഹാർട്ടിൽ ഒരു എയ്സ് വരുന്നു, ക്ലബിൽ ഒരു എയ്സ് വരുന്നു. ആ ഫിഗർ നിങ്ങളെ മുന്നിലുണ്ട്. അപ്പൊ എത്ര എയ്സാ ടോട്ടൽ ഉള്ളത്? 4 എയ്സ് ആണ്. എത്രയാണ്? 4 എയ്സ് ആണ്. 4/52. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോട്ട് എ ബ്ലാക്ക്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോട്ട് എ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് അല്ലെങ്കിൽ പിന്നെ ആരാണ്? ബ്ലാക്ക് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് റെഡ് എന്നാണ് അർത്ഥം. റെഡ് നമുക്കറിയാം 52ൽ എത്ര റെഡ് ഉണ്ട്? ബ്ലാക്ക് അല്ലാത്ത എത്ര എണ്ണം ഉണ്ട്? 26 ഉണ്ട്. 26/52 ചെറുതാക്കിയാൽ 1/2 കിട്ടും. ഇനി പറയുന്ന 6th ക്വസ്റ്റ്യനും 7th ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. 6th ഉം 7th ഉം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ 6th ക്വസ്റ്റ്യൻ? 6th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കിങ് ഓർ എയ്സ് ആണ്. പ്രോബബിലിറ്റി ഓഫ് എ കിങ് ഓർ എയ്സ് ആണ്. ഞാൻ KA എന്ന് പരിഗണിക്കുന്നുണ്ട്. KA. ഓർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂണിയൻ ആണ് അല്ലെ. ഓർ ഈസ് ഈക്വൽ ടു യൂണിയൻ. സോ ഇതിനെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് കെ ഓറിന് പകരം യൂണിയൻ എ എന്ന് കൊടുക്കുന്നുണ്ട്. അർത്ഥം എന്താ? പ്രോബബിലിറ്റി ഓഫ് കിങ് യൂണിയൻ എ എന്നാണ്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ. എടാ ഈ കിങ്ങും എയ്സും തമ്മിൽ വല്ല ബന്ധവും ഉണ്ടോ? കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? കിങ്ങിലും എയ്സിലും
നന്നായിട്ട് ആലോചിക്കണം. കിങ്ങും എയ്സും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഈ കിങ്ങിലും എയ്സിലും കോമൺ ആയിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്റർസെക്ഷൻ ആരെങ്കിലും ഉണ്ടോ? എടാ, കിങ്ങും എയ്സും തമ്മിൽ ഒരു ബന്ധമില്ല. അതിൽ കോമൺ ആയിട്ട് ആരും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ കെ ഇന്റർസെക്ഷൻ എ എന്താണ്? ഫൈ ആണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇതിന്റെ യൂണിയൻ കാണാൻ എന്ത് മതി? പി ഓഫ് കെ പ്ലസ് പി ഓഫ് എ ചെയ്താൽ മതി. പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് കിങ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എയ്സ് ആണ്. കിങ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ? എത്ര കിങ് ആണുള്ളത് അല്ലേ? 1 അല്ലെ? 4 എണ്ണാക്കി ലാസ്റ്റ് നമ്മൾ കാറ്റഗറി ചെയ്തു. അതിൽ ഇവിടെ ഒരു കിങ്, 4 കിങ് ആണ്. 4 കിങ്. ടോട്ടൽ എത്ര കാർഡാണ്? 52 കാർഡാണ്. എയ്സിന്റെ കേസ് ആണെങ്കിലോ പ്രോബിലിറ്റി ഓഫ് എയ്സ് ഇവിടെ റേസ്. ആ ഫിഗർ നിങ്ങൾ മുമ്പിൽ വേണ്ട, അതാണ് അങ്ങനെ പറഞ്ഞത്. 4 എയ്സ് ആണ്. 4/52 ഈസ് ഈക്വൽ ടു 8/52 ആണ്. വേണമെങ്കിൽ ചെറുതാക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം കേട്ടോ. 7ാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് കിങ് ഓർ റെഡ്. നമ്മൾ പറഞ്ഞു ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിയൻ ആണ്. അപ്പൊ നമുക്ക് പി ഓഫ് കിങ് യൂണിയൻ റെഡ് എന്ന് എഴുതാം. അപ്പൊ എന്താ ഇതിൽ ശ്രദ്ധിക്കാനൊന്നുമില്ലല്ലോ, നമുക്ക് ഡയറക്റ്റ് ചെയ്തല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ നോക്കേണ്ടത് കിങ്ങും റെഡും തമ്മിൽ വല്ല ബന്ധമുണ്ടോ, ഇന്റർസെക്ഷൻ ഉണ്ടോ എന്നാണ്. ഉണ്ടോ? കിങ്ങും എയ്സും തമ്മിൽ ഒരു ബന്ധമില്ല നേരത്തെ പറഞ്ഞു. പക്ഷെ കിങ്ങും റെഡും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്. കാരണം കിങ് 4 എണ്ണമാണ്. അതിൽ 2 ബ്ലാക്ക് കളറും ഉണ്ട്, 2 റെഡ് കളറും ഉണ്ട്. എന്ന് വെച്ചാൽ കിങ് എന്ന് പറഞ്ഞ ആളില് റെഡ് വരുന്നുണ്ട്. അപ്പോ കിങ്ങും റെഡിലും ഇന്റർസെക്ഷൻ ഉണ്ട്. കാരണം കിങ്ങിലും റെഡിലും ഇന്റർസെക്ഷൻ ഉണ്ട്. കാരണം എന്താ? നിങ്ങൾ ആ ഫിഗർ നോക്കിക്കോ. കിങ് ഇന്റർസെക്ഷൻ റെഡ് ചെയ്താൽ എത്ര കിങ്ങാ? ശരിക്കും 4 കിങ് ഉണ്ടാവും അല്ലേ? അതിൽ എത്ര റെഡ് കിങ് ഉള്ളത്? 2 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. ഞാൻ പറയുന്നത് ക്ലിയർ ആണോടാ? ഇവിടെ കിങ് ഓർ റെഡ് എന്ന് പറയുമ്പോൾ കിങ്ങും റെഡും ബന്ധമുണ്ട്. നിങ്ങൾക്ക് ആ ഫിഗർ കാണാം. ഇവിടെ നമുക്കറിയാം, ഇവിടെ ജസ്റ്റ് ഞാനൊന്ന് വരയ്ക്കാം. നമുക്കിവിടെ സ്പേഡ് ഉണ്ട്, ക്ലബ് ഉണ്ട്, ഹാർട്ട് ഉണ്ട്, അതുപോലെ ഡയമണ്ട് ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇതൊക്കെ രണ്ടിൻ്റെയും കളർ ബ്ലാക്ക് ആണ്, ഇത് രണ്ടിൻ്റെയും കളർ റെഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരു കിങ് വരുന്നുണ്ട്, ഇവിടെയും ഒരു കിങ് വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ കിങ്ങിന്റെ കളർ ബ്ലാക്ക് ആണ്, ഈ കിങ്ങിന്റെ കളർ ബ്ലാക്ക് ആണ്. ഇവിടുത്തെ കിങ് റെഡ് ആണ്, ഇവിടുത്തെ കിങ് എന്താണ്? റെഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ 4 കിങ് എടുക്കുമ്പോൾ ആ 4 കിങ്ങിൽ എന്ത് വരുന്നുണ്ട്? റെഡ് വരുന്നുണ്ട്, ഇന്റർസെക്ഷൻ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കിങ്ങിന്റെയും റെഡിന്റെയും ഇന്റർസെക്ഷൻ എന്താ? 2 ആണ്. കാരണം 4 കിങ് ഉണ്ട്. ആ 4ൽ കോമൺ ആയിട്ട് വരുന്നത് ഈ 2 റെഡ് ആണ്, 2 ആണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ പി ഓഫ് കെ പ്ലസ് പി ഓഫ് ആറ് മൈനസ് പി ഓഫ് കെ ഇന്റർസെക്ഷൻ ആറ് കൊടുക്കണം. ഇസ് ഈക്വൽ ടു പി ഓഫ് കിങ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ? നമ്മൾ പറഞ്ഞു 4/52 ആണ്. 4/52 ആണ്. ഇവിടെ 6 കേട്ടോ. പ്രോബിലിറ്റി ഓഫ് റെഡ് എത്ര റെഡ് ഉള്ളത്? എത്ര റെഡ് കാർഡ്സ് ഉള്ളത്? പകുതി റെഡ് കാർഡ്സ് അല്ല, 26/52 ആണ്. മൈനസ് കിങ് ഇന്റർസെക്ഷൻ റെഡ് എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ട്. അത് പലപ്പോഴും നമ്മൾ എഴുതാൻ മറക്കും. 2/52 ഇസ് ഈക്വൽ ടു 4 + 26 എത്രയായി? 30. 30 - 2 എന്ന് പറഞ്ഞാൽ എന്തായി? 28. 28/52 ആണ് ഇതിന്റെ ആൻസർ ഉണ്ടാവുക. നല്ല ചോദ്യം കേട്ടോ. ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്.